അഡോളസൻസ്, മെനാർക്ക് പീരീഡ്, പ്രഗ്നൻസി, ഈ ഓരോ സ്റ്റേജിലും ഏത് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഫുഡാണ് കൺസ്യൂം ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളൊരു ഫസ്റ്റ് ഡിസ്കഷനായിട്ട് വരുന്നത്. നമ്മുടെ ഈ ന്യൂട്രിയൻസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് ഏതൊരു പീരീഡിലും നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് അയൺ കാൽഷ്യം തന്നെയാണ്. അതിന് പുറന്തള്ളിക്കൊണ്ട് നമുക്ക് വേറൊരു ന്യൂട്രിയൻസിനെ എടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ബിസി ലൈഫിലായാലും നമുക്ക് കാൽഷ്യം ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നോർമൽ നമുക്ക് ഫിഷ് അല്ലെങ്കിൽ മീറ്റ് പ്രോഡക്ട്സിലൊക്കെ ഒരു കാൽഷ്യം ഉണ്ടെന്ന് നമുക്ക് ജനറലായിട്ട് അറിയാം. ഒന്ന് എടുത്തു പറയുവാണെങ്കിൽ ബിസി ലൈഫിൽ ക്യൂമിൻ സീഡ് വാട്ടർ അല്ലെങ്കിൽ ഹോൾ കൊറിയാണ്ടർ ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ തന്നെ ആവശ്യത്തിനുള്ള കാൽഷ്യം മീറ്റ് ആക്കാൻ പറ്റും. അയൺ എന്ന് പറയുമ്പോഴത്തേക്കും ആപ്പിൾ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. നെല്ലിക്ക വളരെ സിമ്പിളാണ്. ലീഫ്ലി വെജിറ്റബിൾ, ആംല, ലീഫ്ലി വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, പെട്ടെന്നൊരു കറ പോലെ വരുന്നത് ഓക്സിജനായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ അയൺ കൂടുതലുള്ളതുകൊണ്ടാണ്. സോ നമുക്ക് തന്നെ അത് സ്മാർട്ടായിട്ട് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഒരു പ്രഗ്നൻസിൽ വരുമ്പോൾ ഫൊളേറ്റ് അല്ലെങ്കിൽ ഫോളിക് ആസിഡ്സ് ഈ ഒരു ഒന്ന് എക്സ്ട്രാനായിട്ട് ആഡ് ചെയ്ത് വരും. പിന്നെ നമ്മളൊരു മെനാർക്കയിലോട്ട് പോവുകയാണെങ്കിൽ അറിയാം നമുക്ക് ഒരു ന്യൂട്രിയൻസ് കുറഞ്ഞു വരുന്നൊരു സ്റ്റേജാണ്. ആ സമയത്ത് അവർക്ക് ക്ഷീണവും തളർച്ചയും ഈവൻ ഇൻഫ്ലമേഷൻസ് കൂടുതലായിരിക്കും. സോ omega-3 ഉറപ്പായിട്ട് നമുക്കപ്പോൾ കൊടുക്കണം. ഫ്ലാക്സ് സീഡ്സ്, വാൾനട്ട്, സാൽമൺ ഫിഷ് ഇതിലെല്ലാം തന്നെ omega-3 ഫാറ്റി ആസിഡ്സ്.